ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭൂമി സംബന്ധമായ തർക്കങ്ങളും അവയുടെ നിയമാനുസൃതമായ പരിഹാര മാർഗങ്ങളെയും കുറിച്ചാണ്. സർവേ കഴിഞ്ഞ് റെക്കോർഡുകൾ തയ്യാറായിട്ടുള്ള വസ്തുവിന്റെ അതിർത്തികൾ കാണിച്ചു കൊടുക്കുന്നതിന് നിയമപരമായ ചില നടപടിക്രമങ്ങളുണ്ട്. ഒന്നാമതായി, ആ വസ്തു സ്ഥിതി ചെയ്യുന്ന താലൂക്കിലെ തഹസിൽദാർക്ക് 10-ാം നമ്പർ ഫോറത്തിൽ 10 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിച്ച് ഉടമസ്ഥൻ അപേക്ഷ നൽകേണ്ടതാണ്. അതിർത്തി ലൈൻ 1-ന് 85 രൂപ എന്ന ക്രമത്തിലാണ് ഫീസ് ഈടാക്കുന്നത്. എന്നിരുന്നാലും പ്രത്യേക സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടർക്ക് പ്രത്യേക നിരക്ക് നിശ്ചയിക്കുവാൻ അവകാശമുണ്ട്. ഇത്തരത്തിൽ കണക്കാക്കിയ ഫീസ് അടയ്ക്കുവാൻ 11-ാം നമ്പർ ഫോറത്തിൽ തഹസിൽദാർ അപേക്ഷകന് നോട്ടീസ് നൽകുകയും നോട്ടീസ് കിട്ടി 7 ദിവസത്തിനുള്ളിൽ അപേക്ഷകൻ സംഖ്യ അടച്ച് ഒറിജിനൽ ചെല്ലാൻ രസീത് താലൂക്ക് ഓഫീസിൽ ഹാജരാക്കേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ്. അടച്ച ഫീസ് യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. എന്നാൽ അപൂർണമായ റെക്കോർഡുകൾ കാരണമോ കേടുപാടുകൾ കാരണമോ ജോലി നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ കളക്ടറുടെ മുൻകൂർ അനുമതിയോടെ വാങ്ങിയ സംഖ്യ തിരിച്ചു കൊടുക്കാൻ തഹസിൽദാറിന് അവകാശമുണ്ട്. അപേക്ഷ കിട്ടിയാൽ താലൂക്ക് സർവേയർ 12-ാം നമ്പർ ഫോറത്തിൽ അപേക്ഷകനും മറ്റു കക്ഷികൾക്കും നോട്ടീസ് കൊടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകൻ സർവേക്ക് ആവശ്യമായ കൂലിക്കാരെയും സർവേ അടയാളങ്ങളും യഥാസമയം സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം താലൂക്ക് സർവേയർക്ക് ആ വിവരങ്ങൾ കാണിച്ച് തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാം. കക്ഷിയുടെ നിയമപ്രകാരമുള്ള സഹകരണം ഇല്ലാത്തതിന്റെ പേരിൽ ജോലി ചെയ്യാൻ സാധിക്കാതെ വന്നതിൽ അപേക്ഷ തഹസിൽദാർക്ക് നിരസിക്കാവുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ കക്ഷി ഒടുക്കിയ ഫീസ് മടക്കി കൊടുക്കേണ്ടതില്ല. സർവേ ജോലികൾ പൂർത്തിയായാൽ താലൂക്ക് സർവേയർ തഹസിൽദാർക്ക് റിപ്പോർട്ട് കൈമാറുന്നതാണ്. തഹസിൽദാർ 13-ാം നമ്പർ ഫോറത്തിലോ 14-ാം നമ്പർ ഫോറത്തിലോ കക്ഷിക്ക് മറുപടി നൽകുന്നതാണ്. ഇത്തരത്തിൽ സർവേ അടയാളങ്ങൾ പുനഃസ്ഥാപിച്ചതിനെ പറ്റി ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ നോട്ടീസ് കിട്ടിയ തീയതി മുതൽ 3 മാസം കാലയളവിനുള്ളിൽ ജില്ലാ സർവേ സൂപ്രണ്ടിന് അപ്പീൽ പരാതി ബോധിപ്പിക്കാവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട ഫയൽ വരുത്തി കക്ഷികൾക്ക് നിയമാനുസൃതമായ നോട്ടീസ് കൊടുത്ത ശേഷം സർവേ സൂപ്രണ്ടിന് ഉചിതമായ തീരുമാനം എടുക്കാവുന്നതാണ്. ആ തീരുമാനം അന്തിമമായിരിക്കും. തീരുമാനത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കക്ഷികളെ യഥാസമയം രേഖാമൂലം അറിയിക്കുകയും ചെയ്യും. സർവേ പ്ലാൻ പകർപ്പിന് അപേക്ഷിക്കുമ്പോൾ നിർദ്ദിഷ്ട GST ഉൾപ്പെടെയുള്ള പ്ലാൻ ഫീസ് അപേക്ഷാ കക്ഷി ഒടുക്കേണ്ടതാണ്. വസ്തുക്കൾ തമ്മിലുള്ള അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സർവേയർ മുഖാന്തരം വസ്തു അളന്ന് അതിർത്തികൾ പുനർനിർണയിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതൊക്കെയാണ്.